അമ്പലത്തിൽ പോയിട്ട് വന്നു, പാല് തിളപ്പിച്ചു. അതിനകത്തുനിന്ന് കുറച്ച് കുട്ടികൾക്ക് പാലാണ് ഇഷ്ടം, പിള്ളേർക്ക് പാലാണ് ഇഷ്ടം. അതുകൊണ്ട് പാലെടുത്തു. എനിക്കൊരു ചായ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നേരെ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഒരു ചായയൊക്കെ കുടിക്കാന്ന് പറഞ്ഞൊരു പ്രത്യേകതയില്ല നമുക്ക്. ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും വീട്ടിൽ നിന്ന് കഴിക്കുന്നതും വ്യത്യാസമുണ്ട്. ഹോട്ടലിൽ നിന്നാണ് കഴിക്കാറ്. അമ്പലത്തിൽ പോയാൽ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് വരാറ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല, കയറിയില്ല, വീഡിയോ പിടിക്കാനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചായ എനിക്ക് എടുത്ത് മാറ്റി വെച്ചു. പിള്ളേർക്ക് പാല് വെച്ചു. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. ദോശ ചുടാൻ മസാല ദോശ. ദോശയും ചമ്മന്തിയാണെന്ന് ഞങ്ങൾക്ക് മസാല, ചെറിയ മസാല ദോശ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പം അതുണ്ടാക്കാൻ വേണ്ടി പോന്നു. ഇത്രയ്ക്കൊക്കെയുള്ള സൗകര്യമുള്ളൂ. സൗകര്യത്തിൽ വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്വന്തം വീടാണെങ്കിലല്ലേ നമ്മുടെ സൗകര്യത്തിലൊക്കെ പിടിക്കാനും എടുക്കാനൊന്നും. വാടക വീടല്ലേ, വാടകയ്ക്ക് കിടക്കാൻ തുടങ്ങിയിട്ട് 32 വർഷമായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമമൊന്നുമില്ല. അത് കൊടുക്കാനുള്ള ദൈവം തരട്ടെ, അത്രയേ ഉള്ളൂ. ദോശ ചൂടാൻ പോകണം, കല്ല് ചൂടായി. പിന്നെ തേങ്ങ ചട്നി, തേങ്ങ ഉണ്ടോ, ചുമന്ന ചമ്മന്തി, അതുണ്ടാക്കണം. അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ചെറിയ മസാല ദോശ. എന്താ ശരിയാകത്തില്ല. പരത്തി ദോശ മൊത്തമാക്കണം. ഇങ്ങനെ പരത്തുക, കട്ടി കുറച്ച് പരത്തണം. എനിക്ക് മറ്റേ പാത്രത്തിൽ ഉണ്ടാക്കണൊക്കെ ഇഷ്ടം, ഇങ്ങനെ ദോശക്കല്ലിൽ ഉണ്ടാക്കണത്. അപ്പോൾ നല്ല പൊരിഞ്ഞ് കിട്ടും, നല്ല അടി കത്താണ്ട് അവിടെ നിന്നുണ്ട് പൊരിയട്ടെ. മസാല ദോശ ചെറുതാ, നല്ല രുചിയാണ്. നല്ല ചമ്മന്തി. എനിക്ക് ചമ്മന്തി കലക്കി കടു വറുത്ത് കഴിക്കണം എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ നല്ല ചമ്മന്തി. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടേ ചായ വീട്ടിൽ കുടിക്കാന്നുള്ളൊരു പ്രത്യേകതയാണ്. നമ്മൾ ഹോട്ടലിൽ കഴിക്കണക്കായി ഒരു പ്രത്യേകത. അപ്പോൾ അതാ കഴിക്കട്ടെ കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് തകർക്കുക. ശരി.